ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളൊരു അടിപൊളി ടേസ്റ്റുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചെയ്തെടുക്കാനായിട്ട് ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, മുട്ട വേണ്ട, അതൊന്നും ഇല്ലാതെയാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് ഡയറി മിൽക്കും എടുക്കാവുന്നതാണ്. അതിലേക്ക് 50 ഗ്രാം അളവിൽ അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക, അതായത് ഉപ്പില്ലാത്ത ബട്ടർ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉപ്പുള്ള ബട്ടർ ആണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. 50 ഗ്രാം അളവിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ 100 ഗ്രാം വരുന്ന ബട്ടറിൻ്റെ പാക്കാണ്. അതിൽ നിന്നൊരു പകുതി ഭാഗം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡയറി മിൽക്ക് എടുക്കുക എന്ന് പറഞ്ഞത്. അത് എടുക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഡയറി മിൽക്ക് വേണം എടുക്കാനായിട്ട്, നട്ട്സ് ഉള്ളതൊന്നും എടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഗുഡ് ലൈഫിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത് വെറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം ഈ ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഈ ചോക്ലേറ്റും ബട്ടറും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത പഞ്ചസാരയും നന്നായിട്ട് മെൽറ്റായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടറും ചോക്ലേറ്റും എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. കൂടുതലായിട്ട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് വന്നാൽ മതിയാവും. അപ്പോൾ ശരി, ഇനി നമുക്കിത് ചൂട് മാറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചൂട് മാറുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഡയറി മിൽക്കും എടുക്കാം, പക്ഷേ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എല്ലാം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ചൂടാക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി വെക്കാം. ശേഷം ഒരു ബൗൾ എടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1/4 കപ്പ് അളവിൽ മൈദാമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അതിൽ 1/4 കപ്പ് അളവിൽ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ സാധാ ചെയ്തെടുക്കുന്ന കേക്കല്ല, ഇത് ചോക്ലേറ്റ് മഡ് കേക്കാണ്. ഇത്തിരി ഇതിൻ്റെ ടെക്സ്ചർ തന്നെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, കൂടുതൽ സമയമൊന്നും വേണ്ട. മറ്റേ കേക്ക് ആകുമ്പോൾ നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെക്കണം, പിന്നീട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് പെട്ടെന്നൊക്കെ കേക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ കേക്കാണിത്. കുട്ടികൾക്ക് പോലും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ ആദ്യം ചൂട് മാറാനായിട്ട് മാറ്റി വെച്ച വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, ചോക്ലേറ്റും പാലും ബട്ടറും എല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്തെടുത്ത വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണായിരുന്നാലും മതി, അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് യോജിപ്പിക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്തെടുക്കുന്ന ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, അത് നന്നായിട്ട് ചൂടെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ ഇതേപോലെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു 2 കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് സാധാ കേക്ക് ചെയ്തെടുക്കുന്ന അത്രയും റിസ്ക് കൂടിയില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് സക്സസ് ആകും. അപ്പോൾ അതേ നമ്മളിങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു റബ്ബറിൻ്റെ സ്പാച്ചുല വെച്ചിട്ട് ഞാൻ ഇതിന് സൈഡെല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റേതായ അളവിലും അതുപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് മഡ് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്രൗണിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും, കാരണം അത്രയും ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുന്നൊരു കേക്ക് കൂടിയാണിത്. അപ്പോൾ ശരി, നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാധാ കേക്ക് ചെയ്യുന്ന
ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിലുള്ള എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് ഇത് 35 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 35 to 40 മിനിറ്റിൽ നിങ്ങൾ വെക്കുക. ഇപ്പം ഞാൻ പാനിലാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് 35 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇതേ 35 മിനിറ്റ് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സുന്ദരി കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്യൂവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക, അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വെന്തുകണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രൗണി നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് കൊണ്ട് കുത്തി എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ആയിട്ടൊന്നും നമുക്ക് കിട്ടാറില്ല, കാരണം അത് അത്രയും ഫഡ്ജി ആയിരിക്കും. ബ്രൗണിയുടെ അത്ര തന്നെ ഇല്ലെങ്കിലും എന്നാൽ ഏകദേശം ബ്രൗണിയുടെ ഒക്കെ അടുത്തെത്തുന്ന ഒരു സൂപ്പർ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഒരു കേക്ക് കൂടിയാണിത്. ഇനി നമുക്കിതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഈ കേക്കിൽ നിന്ന് നമുക്കിത് ഡിമോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ കണ്ടോ, കേക്കിൻ്റെ അടിവശം ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം സോഫ്റ്റ്നെസ് കൂടി ഉണ്ട് ഈ ഒരു കേക്കിന്. ഇനി ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് ഉൾവശമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളിതേ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ അടിപൊളി കൺസിസ്റ്റൻസിയിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ആ ചോക്ലേറ്റ് ഗനാഷും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റ് മഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഒരല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി. വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട്, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം. ഇപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് കേക്ക് കഴിക്കാൻ തോന്നിയാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണിത്. ഒരുവിധം എല്ലാവർക്കും ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ബ്രൗണി റെസിപ്പി കുറേ പേര് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കേക്കും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോസൊക്കെ അയച്ചു തരിക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അമ്മി മലബാർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്